പാറശാല പരശുവയ്ക്കൽ നിന്നും 1.5 കിലോമീറ്റർ മാറി പെരുവിളയിൽ 6 സെന്റും 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന അടിപൊളി ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കണ്ടു നോക്കാം. ചെറിയ ബഡ്ജറ്റിൽ വലിയ വീട്. അപ്പോൾ അതാണ് ഇത്. അത് ഫ്രണ്ടേജ് വന്നിട്ട് പ്ലാവിലാണ് തീർത്തിരിക്കുന്നത്. പ്ലാവിൽ നല്ല തീർത്തിരിക്കുന്ന അടിപൊളി ഒരു ഡോറുണ്ട്. നമുക്ക് തുറന്ന് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല സ്പേസിൽ ഒരു വീട്. ടി വി വെക്കാനായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതാ ഈ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ്, നല്ലൊരു വലിയ ഡാർക്ക് അല്ലാത്തൊരു ഡിസൈനിൽ ഈ സാധനം നല്ല ക്വാളിറ്റിയോട് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജോൺസന്റെ വാഷ് ബേസിനാണ് വന്നിട്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജോൺസനൊക്കെ നല്ല കമ്പനികളാണ്. അങ്ങനെയുള്ള ജോൺസന്റെ വാഷ് ബേസിനാണ്. ഫിറ്റിങ്സ് എല്ലാം ജോൺസൺസിൻ്റെ ആണ് കേട്ടോ. അപ്പം നല്ല രീതിക്കുള്ള ഒരു വാഷ് ബേസിനും അതിൻ്റെ ബോർഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ പോയിന്റ് ഒക്കെ ഇവിടെ തന്നെയാണ്. ഇൻവെർട്ടർ വെക്കാനായാലും അതുപോലെ സോളാർ സംവിധാനങ്ങളൊക്കെ ചെയ്യാനായാലും ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ലൊരു സ്പേസ്. ഇതിൻ്റെ അടിയിൽ തന്നെ എനിക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി കിച്ചണിലോട്ട് വരുമ്പോൾ ആ സിമ്പിളായിട്ടുള്ള രീതിക്കുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രീമിയം സ്റ്റൈലിലൊന്നും ചെയ്തിട്ടില്ല. ആ ബഡ്ജറ്റിൽ കൊള്ളാവുന്ന രീതിക്കുള്ള കബോർഡ് വർക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചണാണ് കേട്ടോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉള്ളൊരു കിച്ചണാണ്. ഇതൊരു 4 BHK വരുന്ന വീടാണ് കേട്ടോ. അപ്പം താഴത്തെ ബെഡ്റൂം നമുക്ക് കണ്ടുപോക്കാം. ഇവിടെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെ നല്ല വുഡൻ പാനലിങ്ങിലൊക്കെ നല്ല രീതിക്ക് ഈ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തതൊന്നും ക്വാളിറ്റി കുറച്ചല്ല ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇന്റീരിയർ വർക്ക് ഇല്ലെന്നേ ഉള്ളൂ. ചെയ്തതെല്ലാം പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, ഇതെല്ലാം നല്ല നീറ്റായിട്ട് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റേ റൂം. പ്രീമിയം സ്റ്റൈലിലുള്ള ക്ലോസറ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം ജോൺസണിൻ്റെ തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നല്ല രീതിക്കാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസോട് കൂടിയ ഒരു ബാത്റൂമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് കാണിച്ചുള്ള വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. കബോർഡൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് കാണിച്ച പോലെ തന്നെ സെയിം രീതിക്കാണ് ഇവിടുത്തെയും ബാത്റൂം. ടൈലിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫിറ്റിങ്സിലൊന്നും യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. വലിയ രീതിക്ക് ഇന്റീരിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റിലേക്ക് പോകും. അത് ആൾക്കാർക്ക് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കും. സ്റ്റെയറും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റീൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഗ്ലാസിനേക്കാൾ സ്ട്രോങ് ആയിട്ട് സ്റ്റീലിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇത്രയും സ്പേസ്. ആൾക്കാരൊക്കെ വന്നാലും ഇരിക്കാനും ഇറക്കി ഇടാനായാലും അല്ലെങ്കിൽ സെറ്റ് ഇടാനായാലും നല്ല രീതിക്കുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഏരിയയിൽ ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് 4 BHK ഏറ്റവും ലാസ്റ്റ് വരുന്ന ബെഡ്റൂമാണിത്. ഇതും ആ ഒരു സ്പേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ അളവിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഏകദേശം താഴത്തെ അതേ ക്വാളിറ്റി തന്നെ മുകളിലത്തെ ഡോറും ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ മെയിൻ ഡോറും അതേ രീതിക്ക് തന്നെ അതേ ക്വാളിറ്റിയോടും തിക്നെസ്സോടുകൂടി നല്ല ഫിനിഷിങ് മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് ഈ ഡോറും ചെയ്തിട്ടുണ്ട്. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. ബാൽക്കണി വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല 2-3 വീടുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നല്ല 2-3 വീടുകളാണ്. അതെല്ലാം സെയിലായി പോയതാണ്, ആയതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഈ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നോക്കിയാൽ ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിയാൽ അത്യാവശ്യം നീറ്റും ക്വാളിറ്റിയുമായിട്ടുള്ള പ്രീമിയം സ്റ്റൈലിലുള്ള വീടുകളാണ്. എല്ലാവരും വീട് വാങ്ങാൻ നേരത്ത് ചോദിക്കുന്ന വഴിയുണ്ടോ വെള്ളമുണ്ടോ എന്നാണ്. അപ്പം നമുക്ക് ഒന്നാമതായിട്ട് ഈ വെള്ളം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ കിണറിൽ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം വാട്ടർ ഒന്നുമില്ല, നല്ല ശുദ്ധമായ കിണറ്റ് ജലമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കിണറും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 5.5 മീറ്ററിൽ വരുന്ന ഒരു വഴിയുണ്ട് ഫ്രണ്ടിൽ. ആധുനിക രീതിയിലേക്ക് ഇൻ്റർലോക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കോർണർ ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് ഗാർഡന് വേണ്ടി കളയാതെ ഒരു കോർണർ ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു കിച്ചൺ ഗാർഡനും ഉണ്ട്. ആ കിച്ചൺ ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും ഇപ്പം എല്ലാ വീടുകളിൽ ചെയ്യുന്നിടത്ത് ഇപ്പോൾ കിച്ചൺ ഗാർഡൻ ചെയ്യുന്നുണ്ട്. കിച്ചൺ ഗാർഡൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ സൈഡിൽ നല്ലൊരു സ്പേസും ഉണ്ട്. ബാക്കിലേക്ക് ചിലയിടത്തൊക്കെ സ്പേസ് കുറവായിരിക്കും. ഇത് 6 സെൻറ്റിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അത് കണ്ടില്ലേ, നല്ല അടിപൊളി രീതിക്കായിട്ട് ഒരു ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പേസ് ഉണ്ട്. 6 സെൻറ്റിലുള്ള വീടായതുകൊണ്ട് നല്ല സ്പേസ്. ഇത് അലക്കുകല്ലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് പരശുവയ്ക്കൽ പെരുവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് അറിയട്ടെ. ശിവജി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് തൊട്ടടുത്താണ്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ശിവജി എഞ്ചിനീയറിംഗ് കോളേജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായ ഗോൾഡൻ പാലസ് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തെന്ന് പറയാൻ വേണമെങ്കിൽ 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ അവിടോട്ട് എത്തിച്ചേരാനായിട്ട്.
പരശുവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ നീല ഷീറ്റ് കാണുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വില്ലകളെല്ലാം സെയിലായി പോയിട്ടുള്ളതാണ് കേട്ടോ, എല്ലാം സെയിലായതാണ്. അപ്പോൾ ഇനി 1600 സ്ക്വയർ ഫീറ്റിലും 1250 സ്ക്വയർ ഫീറ്റിലും 2 വീടുകൾ ഏകദേശം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു വില്ല പ്രോജക്റ്റ് വരുന്നതാണ്. ഇനി ഒരുപാട് വീടുകൾ വരാനുണ്ട്. ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന വീടുകളുണ്ട്, അതുപോലെ തന്നെ പാലുകാച്ച് കഴിഞ്ഞ് താമസമായ വീടുകളുണ്ട്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും, പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ 2 വീട് സെയിലായതാണ്. ഇനി അങ്ങേയറ്റത്തെ പ്രോപ്പർട്ടിയിൽ അവിടെ 2 വീടുകൾ കൂടി വരാനുണ്ട്. ഏകദേശം 5ഓളം വീടുകളിൽ പുതിയതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 70 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഓണറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഡീലാണ്, വിളിച്ച് ചോദിച്ചോളൂ. ഒരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ നല്ല രീതിക്കുള്ള വീടുകളും നല്ല ഒതുങ്ങിയ അന്തരീക്ഷത്തിലുള്ള വീടുകളാണ് കേട്ടോ. കാരണം പൊതുസ്ഥലത്തു നിന്നുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് ആൾക്കാരെല്ലാം നോക്കുന്നത്. ഒതുങ്ങി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്.